ഹായ് ഓൾ. മലയാളികൾ, ലോക ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന ഒരു രാജ്യമാണ് തായ്ലൻഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് തായ്ലൻഡിൽ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കാമെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വിസ. തായ്ലൻഡിൽ ഇപ്പോൾ ഇന്ത്യക്കാർക്ക് വിസ ആവശ്യമില്ല. അതുകൊണ്ട് വാലിഡ് പാസ്പോർട്ടുള്ള ഏതൊരു ഇന്ത്യക്കാരനും തായ്ലൻഡിന് ടിക്കറ്റ് എടുക്കാം. ഇനി വാലിഡ് പാസ്പോർട്ട് എന്ന് വെച്ചാൽ പാസ്പോർട്ടിൽ അറ്റ്ലീസ്റ്റ് 2 ഫ്രീ പേജെങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പാസ്പോർട്ടിന് അറ്റ്ലീസ്റ്റ് 2 മാസം കൂടി വാലിഡിറ്റി ഉണ്ടാവണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തായ്ലൻഡിന് ടിക്കറ്റ് എടുക്കാം. ഇനി തായ്ലൻഡിൽ എവിടെയാണ് സന്ദർശിക്കേണ്ടതെന്ന് തീരുമാനിക്കണം. ബാങ്കോക്ക്, പട്ടായ, ക്രാബി, ഫുക്കറ്റ് ഇതെല്ലാം തായ്ലൻഡ് തന്നെയുള്ള ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് തന്നെയാണ്. ബാങ്കോക്ക് എത്തിയിട്ട് ഈ ഇഷ്ടം അനുസരിച്ച് വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ് നല്ലത്. ബാങ്കോക്കിൽ നിന്നും ഈ സ്ഥലങ്ങളിലേക്ക് പ്ലെയിൻ സർവീസ് അവൈലബിൾ ആണ്. ഇന്ത്യയിൽ നിന്നും പോകുമ്പോൾ ചീപ്പർ ആയിട്ടുള്ള വഴിയും ഇതായിരിക്കും. ഇനി ഫ്ലൈറ്റ് ടിക്കറ്റ് എങ്ങനെ എടുക്കാം? കൊച്ചിയിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൽ ലഗേജ് എത്ര കൊണ്ടുപോകാമെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ബഡ്ജറ്റ് എയർലൈനായ എയർ ഏഷ്യ ഫ്ലൈറ്റിൽ 7 kg മാത്രമേ ഫ്രീ ആയി അനുവദിക്കുകയുള്ളൂ, അതും ക്യാബിൻ സൈസ് ബാഗ്. പക്ഷേ തായ് എയർലൈൻ പോലുള്ള ഫ്ലൈറ്റിൽ 20 kg വരെ അനുവദിക്കും. ബാങ്കോക്കിലേക്കാണ് യാത്രയെങ്കിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എയർപോർട്ട്. ബാങ്കോക്കിൽ 2 ഇന്റർനാഷണൽ എയർപോർട്ടുണ്ട്. സുവർണഭൂമി എയർപോർട്ടും ഡോൺ മ്യൂയിങ് എയർപോർട്ടും. ലോ കോസ്റ്റ് എയർലൈൻസും ഡോൺ മ്യൂയിങ് എയർപോർട്ടിലായിരിക്കും ലാൻഡ് ചെയ്യുന്നത്. ഈ 2 എയർപോർട്ടിലും തമ്മിൽ 32 കിലോമീറ്റർ അകലമുണ്ട്. സോ ഏത് എയർപോർട്ടിലാണ് ഇറങ്ങേണ്ടതെന്ന് ആദ്യം ഉറപ്പാക്കണം. തായ്ലൻഡിൽ യൂസ് ചെയ്യുന്നത് തായ് ബാത്ത് എന്ന കറൻസിയാണ്. ഒരു തായ് ബാത്ത് എന്നത് ഏകദേശം 2.5 ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമാണ്. ആവശ്യത്തിനുള്ള തായ് ബാത്ത് കയ്യിൽ കരുതുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാം. ഇനി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ ഇമിഗ്രേഷൻ ക്യൂവിൽ പോവുക. ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് ഡോക്യുമെന്റ് ആവശ്യമില്ല. എങ്കിലും റിട്ടേൺ ടിക്കറ്റും അക്കോമഡേഷൻ ഒക്കെ റെഡിയാക്കി വെക്കുന്നത് നല്ലതാണ്. ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് ആവശ്യപ്പെട്ടാൽ സബ്മിറ്റ് ചെയ്യുക. അക്കോമഡേഷൻ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അവിടെ ചെന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അഗോഡ, എയർബിഎൻബി ആപ്ലിക്കേഷൻ ഇതിന് നമുക്ക് സഹായകരമാണ്. ഇമിഗ്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബാഗ് ഉണ്ടെങ്കിൽ ബാഗ് കളക്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. പുറത്തിറങ്ങിയാൽ തന്നെ ആദ്യം നമ്മളൊരു സിം കാർഡ് കളക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. സിം കാർഡ് എയർപോർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ക്ലൂക്ക് പോലുള്ള ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്തോ നമുക്ക് കളക്ട് ചെയ്യാം. ഇനി സിം കാർഡ് വെരിഫിക്കേഷന് വേണ്ടി പാസ്പോർട്ട് കാണിച്ചാൽ മതിയായിരിക്കും. ഇന്റർനെറ്റ് യൂസേജിന് ഈ സിം കാർഡ് നല്ലതായിരിക്കും. ഇന്ത്യൻ സിം കാർഡിൽ റോമിംഗ് ആക്ടിവേറ്റഡ് ആണെങ്കിൽ അത് മതിയാവും. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഒന്നുകിൽ അവിടുത്തെ ടാക്സി സർവീസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്രാബ് പോലുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. തായ്ലൻഡിലെ ചെറിയ ചെറിയ യാത്രകൾക്ക് ക്രാബ് ആപ്ലിക്കേഷൻ ഉപകാരപ്രദമായിരിക്കാം. ബാങ്കോക്ക് യാത്രയിൽ വേണമെങ്കിൽ മെട്രോ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഫുക്കറ്റ് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഫ്ലൈറ്റ് തന്നെയായിരിക്കും നല്ലത്. തായ്ലൻഡിൽ ഇഷ്ടം പോലെ തന്നെ ഫുഡ് വെറൈറ്റീസ് അവൈലബിൾ ആണ്. വീട്ടിലുള്ള പോലെ ചെറു ജീവികൾ മുതൽ ക്രോക്കറ്റൈൽ പോലുള്ള വലിയ ജീവികൾ വരെ അവൈലബിൾ ആണ്. ഒരുപാട് ഇന്ത്യക്കാർ വരുന്നതിനാൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റും ഒരുപാട് തന്നെ ഉണ്ട് ഈ തായ്ലൻഡിൽ. കേരള റെസ്റ്റോറൻറ്റും കാണാം നമുക്കിവിടെ. ഇനി ഹോട്ടലിൽ പോയി കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ ക്രാബ് പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ താമസ സ്ഥലത്തേക്ക് ഫുഡ് ഡെലിവറി ചെയ്യുന്നതാണ്. തായ്ലൻഡ് യാത്രയ്ക്ക് സഹായിക്കുന്ന മറ്റൊരു വാഹനമാണ് ടക് ടക്. നമ്മുടെ നാട്ടിലെ തന്നെ ഓട്ടോയുടെ വലിയൊരു രൂപം. ലൈറ്റ് ഒക്കെ വെച്ച് അലങ്കരിച്ച് നല്ല രസമുണ്ട് ഇത് കാണാൻ. ബാക്ക് ഓപ്പണായ ജിപ്സി ടൈപ്പ് വണ്ടിയും യാത്രക്കാർക്ക് സ്ഥിരമായി യൂസ് ചെയ്യുന്നു. മെട്രോ യൂസ് ചെയ്യാൻ മെട്രോ സ്റ്റേഷനിൽ വെച്ചിരിക്കുന്ന മെഷീൻ ടാർഗറ്റ് സ്റ്റേഷൻ സെലക്ട് ചെയ്ത് ക്യാഷ് ഇടുക. അപ്പോൾ ഒരു ടോക്കൺ ലഭിക്കും. ഈ ടോക്കൺ സ്കാൻ ചെയ്ത് മെട്രോയിൽ പ്രവേശിക്കാം. ഇറങ്ങുമ്പോൾ ആ ടോക്കൺ അവിടെ നിക്ഷേപിക്കുകയും ചെയ്യേണ്ടതാണ്.
ഷോപ്പിങ്ങിന് പറ്റിയ വലിയ മാളുകളും ചെറിയ ചെറിയ തെരുവുകളിലെ കടകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി ബാങ്കോക്കിൽ നിന്ന് ദൂരെയുള്ള പട്ടായ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ബസ് ഓർ ട്രെയിൻ സർവീസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിന് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പട്ടായയിലേക്കുള്ള ബസ് എയർപോർട്ടിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. ബസ് ഓർ ട്രെയിൻ പട്ടായയിലേക്ക് പോയാൽ ഏകദേശം 3 മണിക്കൂർ ടൈം എടുക്കും. കുറഞ്ഞ സമയത്ത് എത്തണമെങ്കിൽ ഫ്ലൈറ്റ് യൂസ് ചെയ്യേണ്ടി വരും. ചിലവ് കൂടുതലും ആയിരിക്കും. ഇത്രയും വെറൈറ്റി ഉള്ള ഒരു നാട്, ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടാവില്ല തായ്ലൻഡ്. തായ്ലൻഡിലെ യാത്ര എന്ന് പറയുന്നത് ഒരു രസകരവും നമ്മുടെ പൈസയ്ക്ക് ഉതകുന്ന ഒരു യാത്രയുമായിരിക്കും. അതുകൊണ്ട് തായ്ലൻഡിലേക്ക് ടിക്കറ്റ് എടുക്കാൻ അധികം താമസിക്കരുത്. താങ്ക് യു ഓൾ.